ഇത് നമുക്കേറ്റവും പരിചിതമായ ഭരണങ്ങാനം പള്ളി അഥവാ ഭരണങ്ങാനം സെൻറ് മേരീസ് ഫൊറോന പള്ളി. AD 1004 സ്ഥാപിതമായ ഈ ദേവാലയം കേരളത്തിൽ കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ കത്തോലിക്ക ദേവാലയമാണ്. വളരെ പഴക്കം ചെന്ന ഈ ദേവാലയം ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയുടെ പേരിൽ പ്രത്യേകമായി അനുഗ്രഹിക്കപ്പെട്ട ദേവാലയമാണ്. ഈ ദേവാലയത്തോട് ചേർന്നുള്ള സിമിത്തേരി ചാപ്പലിലാണ് വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. ആയിരങ്ങളാണ് വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥം തേടി ഭരണങ്ങാനത്തെത്തുന്നത്. അൽഫോൻസാമയുടെ മരണത്തിരുന്നാൾ ആചരിക്കുന്ന ജൂലൈ മാസത്തിൽ വിശ്വാസികൾ ധാരാളമായി അവിടെ എത്തിച്ചേരുന്നു. അവർ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുത്ത് അൽഫോൻസാമയുടെ കബറിടത്തിനരികെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പരാതി കൂടാതെ സഹനങ്ങളെ പുഷ്പം പോലെ സ്വീകരിച്ച് ആത്മാവിനെ വിശുദ്ധമായി ഈശോയുടെ പക്കൽ സമർപ്പിച്ച അൽഫോൻസാമയുടെ സഹന ജീവിതമാണ് അവളെ വിശുദ്ധിയാക്കി തീർത്തത്. അൽഫോൻസാമ മരിച്ചിട്ട് ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8 ജോൺ പോൾ II മാർപ്പാപ്പ അൽഫോൻസാമയെയും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും ഒരേ ദിവസം കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. ഓഗസ്റ്റ് 19 അൽഫോൻസാമയുടെ ജനനം. 1946 ജൂലൈ 28 ഭരണങ്ങാനത്ത് വെച്ച് മരണമടഞ്ഞു. 1986 വാഴ്ത്തപ്പെട്ടവളായും 2008 ഒക്ടോബർ 12 വിശുദ്ധയായും ഉയർത്തപ്പെട്ടു. പോപ്പ് ബെനഡിക്ട് 16 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. കേരളത്തിലെ കുടമാളൂരിൽ ജനിച്ച് ചെറുപ്പത്തിൽ തന്നെ ക്ലാരമഠത്തിൽ ചേർന്ന് അധ്യാപികയായി സേവനമനുഷ്ഠിച്ച അൽഫോൻസാമ രോഗബാധിതയായി നിരവധി ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോഴും തൻ്റെ ആത്മീയ നിറവിലും സന്തോഷകരമായ പെരുമാറ്റത്തിലും പേരുകേട്ടിരുന്നു. അങ്ങനെ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളായി സ്വീകരിച്ച അൽഫോൻസാമ ഇന്നും നമ്മുടെ മധ്യസ്ഥയായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ സൂക്തങ്ങൾ. കഠിനവേദനകളിലും വലിയ പരീക്ഷണങ്ങളിലും മണവാളനോടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശിൻ ചൂട്ടിലെ സ്ത്രീയാണ്. തെറ്റിൽ ഉൾപ്പെടുന്ന ഓരോ പ്രാവശ്യവും തെറ്റ് എത്ര ലഘുവായിരുന്നാൽ പോലും എന്തെങ്കിലും പ്രായശ്ചിത്തം ഞാൻ സ്വമേധയാ ചെയ്യും. ഇതാണ് തെറ്റിൽ നിന്നും പിന്തിരിയാനുള്ള എളുപ്പവഴി. എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്രയോ വലുതാണ്. ഈശോ എന്ന തിരുനാമം ഉച്ചരിക്കുന്നത് എൻ്റെ നാവിന് ഏറെ മധുരമാണ്. ആഗ്രഹത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം നന്നായി സഹിച്ച് കർത്താവിന് കാഴ്ച കൊടുക്കണം. എനിക്ക് എൻ്റെ ഈശോയെ മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ ഈശോയെ, ലോകസന്തോഷങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ എന്നതാണ് എൻ്റെ നിരന്തരമായ പ്രാർത്ഥന. ഒന്നും ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്.